GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടമ്പുഴ പിണവൂർകുടിയിൽ നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീണ കർഷകൻ മരിച്ചു. മരിച്ചത് ചക്കനാനിക്കൽ പ്രകാശൻ. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റ് നാശം വിതച്ചു. പല്ലാരിമംഗലത്ത് സ്കൂളിന്റെ മേച്ചിൽ ഷീറ്റ് പറന്നുപോയി. മലയൻകീഴിലും അടിവാടും റോഡിൽ മരം വീണു. കൊച്ചി മൂന്നാർ റോഡിൽ കവളങ്ങാട് ടോൾ പാസ് ഇടനിർമ്മാണം മൂലം ദുരിതമനുഭവിച്ച പരിസരവാസികൾ. അധികാരികളുടെയും കരാറുകാരന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമില്ലാത്തതിൽ പ്രതിഷേധം. നടപടിയെടുത്തില്ലെങ്കിൽ നിർമ്മാണം തടയുമെന്ന് മുന്നറിയിപ്പ്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ബുധനാഴ്ച MLA ഓഫീസ് മാർച്ച് നടത്തും. CPI സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ആരംഭിച്ചു. CPI നേതാവ് കമല സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനാഴ്ച പ്രതിനിധി സമ്മേളനം. വാർത്തകൾ വിശദമായി. കുട്ടമ്പുഴ പിണവൂർകുടിയിൽ കാട്ടാന ശല്യത്തിന്റെ പരിണിത ഫലമായി ഒരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു. ചക്കനാനിക്കൽ പ്രകാശനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആനകൾ കൃഷിയിടത്തിൽ കയറുന്നത് തടയാനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീണ പ്രകാശ് ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. കഴിഞ്ഞ മാസം കോട്ടപ്പടിയിലും സമാന സംഭവം ഉണ്ടായിരുന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർകുടിയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. തിങ്കളാഴ്ച രാത്രിയിലും ഇതുതന്നെ ഉണ്ടായി. കൃഷിയിടത്തിൽ ആനകൾ കയറുന്നത് തടയുവാനുള്ള ശ്രമമാണ് കർഷകനായ ചക്കനാനിക്കൽ CM പ്രകാശിന്റെ ജീവനെടുത്തത്. പടക്കം പൊട്ടിച്ചും ഒച്ചവച്ചും ടോർച്ചടിച്ചുമെല്ലാമാണ് ആനകളെ ഓടിക്കാൻ പ്രകാശും ഒപ്പമുണ്ടായിരുന്നവരും ശ്രമിച്ചത്. ആനകളിലൊന്ന് പാഞ്ഞെടുക്കാൻ ശ്രമിച്ചതോടെ എല്ലാവരും ഓടി. ഇതിനിടെ പ്രകാശ് കുഴഞ്ഞു വീണു. തുടർന്ന് പ്രകാശിനെ കോതമംഗലത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. വനത്തിൽ നിന്ന് കുറച്ചു ദൂരെയാണ് പ്രകാശിന്റെ വീടും കൃഷിയിടവും. ഈ ഭാഗത്ത് എല്ലാ ദിവസവും ആനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് കാത്തിരുന്നാണ് ആനകളെ ഓടിക്കാറുള്ളത്. എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലെ ശ്രമം പ്രകാശിന്റെ മരണത്തിലാണ് കലാശിച്ചത്. പ്രകാശിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കഴിഞ്ഞ മാസം 3-ന് കോട്ടപ്പടി കൂവക്കണ്ടത്തും സമാനമായ രീതിയിൽ മരണം സംഭവിച്ചിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ ആനകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ പാമ്പലായം കുഞ്ഞപ്പനാണ് മരിച്ചത്. GTV ന്യൂസ്, കുട്ടമ്പുഴ. കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് നാശം വിതച്ചു. പല്ലാരിമംഗലത്ത് സ്കൂളിന്റെ മേച്ചിൽ ഷീറ്റുകൾ പറന്നുപോയി. കോതമംഗലത്തും പല്ലാരിമംഗലത്തും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ മരം റോഡിൽ വീണ് ഗതാഗത തടസ്സമുണ്ടായി. അതിശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം ഉണ്ടായ വേനൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലുമാണ് ഉണ്ടായത്. കാറ്റിൽ വ്യാപക നാശം സംഭവിച്ചിട്ടുണ്ട്. പല്ലാരിമംഗലത്ത് ഗവൺമെന്റ് VHSSന്റെ മേച്ചിൽ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. പ്രൈമറി വിഭാഗത്തിന്റെ കെട്ടിടത്തിലാണ് നാശമുണ്ടായത്. കോതമംഗലത്ത് മലയൻകീഴ് ജംഗ്ഷനിൽ മരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. തണൽ മരമാണ് വീണത്. രാമല്ലൂർ മുത്തംകുഴി റോഡിലും മരം വീണു. ഇതേ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അടിവാട് തെക്കേ കവലയിലും മരം റോഡിലേക്ക് കടപുഴകി വീണിരുന്നു. മറ്റിടങ്ങളിലും റോഡിൽ മരങ്ങൾ വീണിരുന്നു. വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പോസ്റ്റും ലൈനും തകർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. അതിശക്തമായ ഇടിമിന്നലാണ് ചൊവ്വാഴ്ച ഉണ്ടായത്. വരും ദിവസങ്ങളിലും മഴയും ഇടിമിന്നലും തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. GTV ന്യൂസ്, കോതമംഗലം.
കൊച്ചി മൂന്നാർ റോഡിൽ കവളങ്ങാട് ടോൾ പ്ലാസയുടെ നിർമ്മാണം പരിസരവാസികൾക്ക് ദുരിതം വിതയ്ക്കുന്നു. റോഡിന്റെ സൈഡിലെ മണ്ണിടിയുന്നതും തോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമെല്ലാമാണ് പ്രശ്നങ്ങൾ. സമീപത്തെ പാടശേഖരത്തിലേക്ക് വഴിയും ഇല്ലാതായി. MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും കരാറുകാർ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകുന്നില്ല. ഒരാഴ്ചക്കകം നടപടിയുണ്ടായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം തടയാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. കൊച്ചി മൂന്നാർ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം ടോൾ പിരിക്കുന്നതിനായുള്ള ടോൾ പ്ലാസ നിർമ്മിക്കുന്നത് കവളങ്ങാടാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നതിനിടെയാണ് പരിസരവാസികൾക്ക് വിവിധ തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഒരു വശത്തെ വീടുകളും ഭൂമിയുമെല്ലാം ഉയരത്തിലായി. റോഡിനോട് ചേർന്നുള്ള ഒരു വീടിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയുടേതടക്കം മതിലുകളും കയ്യാലകളും തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള തോടിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടത് മൂലം മലിനജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈ വെള്ളം കിണറുകളിലേക്ക് ഒലിച്ചിറങ്ങി കുടിവെള്ളം മലിനമായെന്നും പരാതിയുണ്ട്. മറുവശത്ത് റോഡ് ഉയർന്നത് മൂലം പാടശേഖരത്തിലേക്ക് വഴിയില്ലാതായതാണ് മറ്റൊരു പ്രശ്നം. പാടശേഖരത്തിൽ കൃഷി തന്നെ മുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. വരുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുകളൊന്നുമില്ല. പക്ഷേ അത് വരുന്നതുകൊണ്ടുള്ള ഞങ്ങളുടെ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടും വീട്ടുകാരുടെ ബുദ്ധിമുട്ടും അവർ തിരിച്ചറിയുന്നില്ല. ഇവിടെ പാരമ്പര്യമായിട്ട് കുടുംബസ്വത്തായിട്ട് കിട്ടിയ പാടശേഖരത്തിലേക്ക് പോകാനുള്ള ഒരു വഴി ചോദിച്ചിട്ട് അധികാരികൾ ഒന്നും അതിന് ഒരു മറുപടിയോ ഒന്നും പറയുന്നില്ല. ഞങ്ങൾ കൃഷി കൊണ്ടും ആണ് ജീവിക്കുന്നത്. ആ കൃഷി തടസ്സം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അധികാരികളോ ആരും മനസ്സിലാക്കുന്നില്ല. ടോൾ പ്ലാസ നിർമ്മാണത്തെ തുടർന്നുള്ള ദുരിതങ്ങൾ കരാറുകാർക്ക് മുൻപിൽ പലതവണ ഉന്നയിച്ചിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് കരാറുകാരോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ചർച്ച നടത്താൻ പോലും കരാറുകാർ തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് പറഞ്ഞു. ഈ ടോൾ ജംഗ്ഷന്റെ പണികൾ നടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വപരമല്ലാത്ത രീതിയിലുള്ള പണിയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ആരെയും മൈൻഡ് ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാതെ ആണ് ഇവിടെ പണി നടന്നിട്ടുള്ളത്. പല വീടുകളും ഇപ്പം മറിഞ്ഞു കാണാൻ പാകത്തിനാണ്. എൻ്റെ പുറകിലുള്ള ആ വീട് കണ്ടാൽ അറിയാം. ആ വീട് ഏത് സമയത്തും ഒരു മഴയോടുകൂടി ഇടിഞ്ഞു കാണും. അപ്പോൾ അതുപോലെ തന്നെ ഈ പാടം, വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം, ആ പാടത്തേക്ക് ഇറങ്ങാനുള്ള വഴിയെല്ലാം മൂട്ടി വച്ചിരിക്കുന്നു. അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഇല്ല. കഴിഞ്ഞ ആഴ്ച MP ഇവിടെ വന്നിരുന്നു. MP കാര്യങ്ങളെക്കുറിച്ച് അവരുടെ എഞ്ചിനീയർമാരെ ധരിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എഞ്ചിനീയർമാരെ ധരിപ്പിച്ചിട്ട് ഒരാൾ പോലും ഇവിടെ വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനോ ഈ കാര്യങ്ങൾ ഈ ടോൾ ബൂത്തിൻ്റെ അവിടെയുള്ള പ്രശ്നത്തിനൊരു പരിഹാരം കാണാനോ ഇതുവരെ അവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴത്തെ നിലയിൽ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് ജനകീയ സമിതിയുടെ നിലപാട്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം തടയാനാണ് തീരുമാനം. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണം. ആ പരിഹാരം നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങളിവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ പണി തടയാൻ പോവാം. ഒരാഴ്ചത്തെ ഒരു സമയമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ഈ നാട്ടുകാരായിട്ട് സംസാരിച്ച് ഇതിനൊരു പ്രശ്നപരിഹാരം നടത്തിയില്ലെങ്കിൽ ഈ പണി ഞങ്ങളിവിടെ തടയും. ആ കാര്യത്തിൽ സംശയമില്ല. ഒരു വികസനമായതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമയം ഇവർക്ക് കൊടുക്കുന്നത്. നാടിൻ്റെ ഒരു വികസനമാണ്, ഈ റോഡ് വികസനമൊക്കെ ഉത്തമ ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ആ ആളുകൾ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ആ ഏർപ്പാടിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. ഒരു കാരണവശാലും ഞങ്ങൾ ഈ റോഡ് പണി ഈ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാതെ ടോളിൻ്റെ മുമ്പിലുള്ള പണി ഞങ്ങൾ നടത്തിക്കില്ല എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. GTV ന്യൂസ്, കവളങ്ങാട്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്നാരോപിച്ച് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. ബുധനാഴ്ച രാവിലെ 10-നാണ് സമരം. KPCC വക്താവ് സന്ദീപ് വാര്യർ സമരം ഉദ്ഘാടനം ചെയ്യും. കോതമംഗലത്ത് കഴിഞ്ഞ 9 വർഷമായി വികസന പദ്ധതികളൊന്നും നടപ്പാക്കാൻ ആന്റണി ജോൺ MLAക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ കോതമംഗലം, കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് MLA ഓഫീസ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 10-ന് നടക്കുന്ന മാർച്ച്
KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കിലും ബാബു എലിയാസും പറഞ്ഞു. കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാളെ കോതമംഗലം MLAയുടെ ഓഫീസിലേക്ക് ഒരു വലിയ പ്രതിഷേധ മാർച്ച് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രതിഷേധ മാർച്ചിനാണ് കോൺഗ്രസ് പാർട്ടി നാളെ നേതൃത്വം കൊടുക്കുന്നത്. KPCC വക്താവ് ശ്രീ സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കോതമംഗലം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു പ്രതിഷേധമായി പരിപാടി ജ്വലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. UDF സർക്കാർ തുടക്കമിട്ട പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ MLA സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. തങ്കളം കാക്കനാട് 4-വരിപ്പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി തുടങ്ങിയവയെല്ലാം വിസ്മൃതിയിലായി. കഴിഞ്ഞ 9 ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളായിരുന്ന തങ്കളം കാക്കനാട് പാത, അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, കോതമംഗലം റിംഗ് റോഡ്, അതുപോലെ തന്നെ ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം തുടങ്ങി കോതമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തിയായി മാറുമായിരുന്ന ഈ പദ്ധതികളൊക്കെ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതികളൊക്കെ തന്നെ കഴിഞ്ഞ 9 വർഷക്കാലമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു MLA ആണ് കോതമംഗലത്തുള്ളത്. തുടർച്ചയായി ഇടതുപക്ഷത്തിൻ്റെ ഭരണമുണ്ടായിട്ടും എല്ലാ വകുപ്പുകളും കൈകളിലിരുന്നിട്ടും വികസന രംഗത്ത് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തത്? UDF കൊണ്ടുവന്ന പദ്ധതികൾ എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല? പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം കോതമംഗലത്തെ ജനങ്ങളോട് MLA പറയാൻ തയ്യാറാകണം. GTV ന്യൂസ് കോതമംഗലം. SSLC പരീക്ഷാഫലം മെയ് 9 പ്രഖ്യാപിക്കും. മൂല്യനിർണ്ണയം 2 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയിട്ടുണ്ട്. 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. മാർച്ച് 3 മുതൽ 26 വരെയായിരുന്നു പരീക്ഷ. അടുത്ത അധ്യയന വർഷത്തെ ക്ലാസുകൾ ജൂൺ 2-ാം തീയതി ആരംഭിക്കും. പ്രവേശനോത്സവവും ഉണ്ടാകും. അടുത്ത വർഷം 5, 6, 7 ക്ലാസുകളിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കാനും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലം. നമ്മുടെ സ്വന്തം കോതമംഗലത്തെ ഈ അക്ഷയ തൃതീയക്ക് ഇത്രയും കളക്ഷൻസും ഓഫേഴ്സും ഉള്ള വേറൊരു ജ്വല്ലറി ഉണ്ടാവില്ല. പറഞ്ഞുതരാം, നിങ്ങളും ഈ അക്ഷയ തൃതീയക്ക് 29-30 തീയതികളിലായിട്ട് 2 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്മാർട്ട് വാച്ച് സമ്മാനവും. 2 ഗ്രാമിന് എന്ത് കിട്ടുമെന്നല്ലേ പറഞ്ഞുതരാം. 2 ഗ്രാമിൽ തുടങ്ങുന്ന നെക്ലസുകളും പാദസരങ്ങളും ബ്രേസ്ലെറ്റുകളും റിംഗ്സിന്റെ ഒക്കെ വൻ കളക്ഷൻ. ആൻഡ് സെക്കൻഡ് സ്റ്റെറ്റ്സിന് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പും ഇതാണ് കേട്ടോ. അപ്പൊ കാർ പാർക്കിംഗ് സൗകര്യത്തോട് വരുന്ന ഇവരുടെ ലൊക്കേഷൻ മറക്കണ്ട. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള KSEBയുടെ നേരെ ഓപ്പോസിറ്റ് ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ജോയിന്റ് കൗൺസിലിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ആരംഭിച്ചു. ബുധനാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം. ജോയിന്റ് കൗൺസിലിന്റെ 56ാമത് ജില്ലാ വാർഷിക സമ്മേളനമാണ് കോതമംഗലത്ത് നടക്കുന്നത്. പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭീകരവാദം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അവർ പറഞ്ഞു. നമ്മൾ ഈ ഭീകരവാദത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായി അപലപിക്കുകയാണ്. ആ അപകടത്തിൽപ്പെട്ടു മരിച്ച ആളുകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മെഡിക്കൽ സഹായം ഉൾപ്പെടെ ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റും ജമ്മു കാശ്മീർ ഗവൺമെന്റും ചെയ്തു കൊടുക്കണമെന്നാണ് ഇത്തരണത്തിൽ നമുക്ക് പറയാനുള്ളത്. ഭീകരവാദത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ നിന്ന് നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
കാണാൻ കഴിയുന്നത്. ബൈറ്റ്. CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാജേഷ് അധ്യക്ഷത വഹിച്ചു. അജിത് കോളാടി, N അരുൺ, SKM ബഷീർ, MC ഗംഗാധരൻ, ബിന്ദു രാജൻ, PT ബെന്നി, MA അനൂപ്, ഹുസൈൻ പതുവന, KK ശ്രീജേഷ്, G അരുൺ, EP പ്രവിത, കൊച്ചുത്രേസ്യ ജാൻസി, EP സാജു, R സന്ദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ 10-ന് മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. GTV ന്യൂസ് കോതമംഗലം. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ചെളിക്കുഴിത്തണ്ട് റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. ബ്ലോക്ക് പഞ്ചായത്താണ് ഫണ്ട് ചിലവഴിച്ചത്. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ചെളിക്കുഴിത്തണ്ട് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. നെല്ലിക്കുഴി പഞ്ചായത്തിനെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്നതാണ് റോഡ്. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിക്കുന്നതാണ് പൊട്ടിപ്പൊളിഞ്ഞ് വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരു ഗ്രാമപഞ്ചായത്തിലും പലപ്പോഴും ജില്ലാ പഞ്ചായത്തിനെയും ഒക്കെ സമീപിച്ചിട്ടും MLA അടക്കം ഇതിനു വേണ്ടി ഇടപെടൽ നടത്തിയിട്ടും ഇത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാരും ഒക്കെ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിനെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെളിക്കുഴിത്തണ്ട് റോഡ് 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14 ഡിവിഷനുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യുവാക്കൾ ആവശ്യപ്പെട്ട ഒരു കളിസ്ഥലം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 സെന്റ് സ്ഥലം വാങ്ങി ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി കളിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. സാലി ഐപ്പ്, നിസാമോൾ ഇസ്മായിൽ, TK കുഞ്ഞുമോൻ, ഷറഫിയ ഷിഹാബ്, നാസർ വട്ടേക്കാടൻ, വൃന്ദ മനോജ്, മുഹമ്മദ് കൊടുത്താപ്പിള്ളിൽ, പരീദ് കാവാട്ട്, TP ഷിയാസ്, അൻഷാദ്, ഉമ്മർ, മീരാവുമ്മ, അലിയാർ, ബക്കർ, അനീസ് പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. GTV ന്യൂസ് നെല്ലിക്കുഴി. കോതമംഗലം താലൂക്ക് NSS യൂണിയന്റെയും വനിതാ യൂണിയന്റെയും നേതൃത്വത്തിൽ ചട്ടമ്പി സ്വാമിയുടെ സമാധി വാർഷികം ആചരിച്ചു. കോതമംഗലം താലൂക്ക് NSS യൂണിയനും വനിതാ യൂണിയനും വിദ്യാധിരാജ ചട്ടമ്പി സ്വാമിയുടെ 101-ാം സമാധി വാർഷികം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത്. യൂണിയൻ ആസ്ഥാനത്ത് ഛായാചിത്ര അനാച്ഛാദനവും നടത്തി. യൂണിയൻ പ്രസിഡന്റ് KP നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK രാജേന്ദ്രനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. PP സജീവ്, മുടപ്പല്ലൂർ ഗോപികൃഷ്ണൻ, വത്സല ശശിധരൻ, ലൈജു പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് MJSSAയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. MJSSAയുടെ രക്ഷാധികാരി കൂടിയായ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് MJSSAയുടെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. ജോസഫ് C. മാത്യു, ഫാദർ ജെയിംസ് കുര്യൻ, PV ഏലിയാസ്, VP പൗലോസ്, NA ജോസ്, എൽദോ ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലം കരിപ്പൂഴിക്കടവ് അങ്കണവാടിയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന വർക്കർ സൂസൻ എൽദോസിന് യാത്രയയപ്പ് നൽകി. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിലെ കരിപ്പൂഴിക്കടവ് അങ്കണവാടിയിൽ വർഷങ്ങളുടെ സേവനത്തിന് ശേഷമാണ് വർക്കർ സൂസൻ എൽദോസ് വിരമിക്കുന്നത്. വാർഡ് കൗൺസിലർ മിനി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയയപ്പ് സമ്മേളനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടികൾ എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള വലിയ ഇടപെടലും അവരുടെ കളിയും ചിരിയുമുള്ള ലോകത്ത് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും അംഗൻവാടി ടീച്ചർമാരുടെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കുട്ടിയെ അമ്മ പരിപാലിക്കുന്ന സന്ദർഭം മുതൽ അത് നടക്കാൻ തുടങ്ങുന്ന സമയം വരെയുള്ള അതിതീവ്രമായ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പരിചരണവും തുടർന്ന് നമുക്കറിയാം നടന്നു തുടങ്ങിയാൽ കുട്ടികളും രക്ഷിതാക്കളും KKR അസോസിയേഷനും ചേർന്നാണ് യാത്രയയപ്പ് ഒരുക്കിയത്. അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, പിങ്കി K. അഗസ്റ്റിൻ, കുര്യൻ മണിയാട്ടുകുടി, ബീന എന്നിവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച ആരംഭിക്കും. 4 ദിവസമാണ് ഉത്സവം. വിവിധ ചടങ്ങുകളും മേജർ സെറ്റ് കഥകളിയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാദിനമായ ശനിയാഴ്ച രാവിലെ 9-നാണ് ബ്രഹ്മകലശം. പ്രധാന വാർത്തകൾ വീണ്ടും. കുട്ടമ്പുഴ പിണവൂർകുടിയിൽ നാട്ടിലിറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കുഴഞ്ഞു വീണ് കർഷകൻ മരിച്ചു. മരിച്ചത് ചക്കനാനിക്കൽ പ്രകാശൻ. താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ കാറ്റ് നാശം വിതച്ചു. പല്ലാരിമംഗലത്ത് സ്കൂളിന്റെ മേച്ചിൽ ഷീറ്റ് പറന്നുപോയി. മലയൻകീഴിലും അടിവാടും റോഡിൽ മരം വീണു. കൊച്ചി മൂന്നാർ റോഡിൽ കവളങ്ങാട് ടോൾ പാസ് ഇടനിർമ്മാണം മൂലം ദുരിതമനുഭവിച്ച പരിസരവാസികൾ. അധികാരികളുടെയും കരാറുകാരന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമില്ലാത്തതിൽ പ്രതിഷേധം. നടപടിയെടുത്തില്ലെങ്കിൽ നിർമ്മാണം തടയുമെന്ന് മുന്നറിയിപ്പ്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ബുധനാഴ്ച MLA ഓഫീസ് മാർച്ച് നടത്തും. CPI സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ആരംഭിച്ചു. CPI നേതാവ് കമല സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബുധനാഴ്ച പ്രതിനിധി സമ്മേളനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.